ഇന്നത്തെ റെസിപ്പി കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ആണ്. പെട്ടെന്ന് കിട്ടുന്ന 3-4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും വീട്ടിലുണ്ടാക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ആദ്യം മിൽക്ക് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് തരിയൊന്നും ഇല്ലാണ്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി വേണ്ടത് 1/4 കപ്പ് മിൽക്ക് പൗഡറും അതോടൊപ്പം 1/2 കപ്പ് കൊക്കോ പൗഡറും ആണ്. ഞാനിപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് അരിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് അരിച്ചെടുത്താലും മതി. അതാവുമ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ട് യോജിച്ച് കിട്ടണം. ഇനി ഈ പൗഡർ നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് ചോക്ലേറ്റ് ആക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് കോക്കനട്ട് ഓയിലാണ്. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. നിങ്ങൾക്ക് സാധാരണ കോക്കനട്ട് ഓയിലും വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ സാധാരണ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ആ തേങ്ങയുടെ ടേസ്റ്റ് കുറച്ചൊന്ന് കൂടുതൽ മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ശരിക്കും ചോക്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൊക്കോ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അത് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എടുത്തത്. ഇപ്പോൾ ഒരു 1/2 കപ്പാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുറച്ചു നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പഞ്ചസാരയൊക്കെ അതിൽ നന്നായിട്ട് അലിഞ്ഞു കിട്ടും. പഞ്ചസാര മെൽറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരു തരിതരിപ്പ് ഉണ്ടാവും. അത്ര അങ്ങോട്ട് സ്മൂത്ത് ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മെൽറ്റാക്കി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചു നേരം ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇതിവിടെ ഇരുന്ന് തണുക്കുമ്പോഴേക്കും നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളക്കുമ്പോഴേക്കും പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിന് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇതിനങ്ങനെ പൊടികളൊന്നും നേരത്തെ മിക്സ് ചെയ്ത് വെക്കാനൊന്നുമില്ല. 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിന് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. അതങ്ങ് നേരിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഈസിയാണ്. പഞ്ചസാര മെൽറ്റ് ആവുന്ന കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
ഒരു 3-4 മിനിറ്റ് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടും അതുപോലെ തന്നെ കുറച്ചൊന്ന് തിക്കായിട്ട് നമുക്കിത് കിട്ടും. അങ്ങനെ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റിൻ്റെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും ശരിക്കൊന്ന് തണുക്കണം. ഇപ്പോൾ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെയും വൈറ്റ് ചോക്ലേറ്റിൻ്റെയും മിക്സ്ചറൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്കാനുള്ള എളുപ്പത്തിനായിട്ട് ഞാനിത് മെഷറിംഗ് കപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ചോക്ലേറ്റ് സെറ്റാക്കി എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ മൗൾഡ് ഉണ്ടെന്നാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ഐസ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തണുത്തതിന് ശേഷം ചോക്ലേറ്റിൻ്റെ മിക്സ്ചർ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ വളരെ കുറവേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഐസ് ട്രേ മതി. മിൽക്ക് ചോക്ലേറ്റ് ഏതാണ്ട് 2 ഐസ് ട്രേയിൽ ഒഴിക്കാനുള്ളത് ഉണ്ടാവും. അങ്ങനെ ദേ ചോക്ലേറ്റൊക്കെ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. 3 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് ഇങ്ങനെ ഇതുപോലെ റെഡിയായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഈ ചോക്ലേറ്റ് വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കിത് ഒരുപാട് നേരം പുറത്ത് വയ്ക്കാനൊന്നും പറ്റില്ല, മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ടേസ്റ്റ് വൈസ് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. കൊക്കോ ബട്ടറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ യമ്മി റെസിപ്പീസിനായി സബ്സ്ക്രൈബ് ചെയ്യുക.